ഇന്ത്യയുടെ വളർന്നു വരുന്ന മാരക മിസൈലുകളുടെ ശേഖരത്തിലേക്ക് ഒരു കൂട്ടിച്ചേർക്കൽ കൂടിയുണ്ട്. ഹൈപ്പർസോണിക് വേഗതയുള്ളതാകാൻ സാധ്യതയുള്ള BM-04 എന്ന രാജ്യത്തിലെ ഏറ്റവും പുതിയ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഒരു മാതൃകയും വിശദാംശങ്ങളും പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO വെളിപ്പെടുത്തി. റഷ്യ, അമേരിക്ക, ചൈന എന്നീ 3 രാജ്യങ്ങൾക്ക് മാത്രമേ ഹൈപ്പർസോണിക് മിസൈലുകൾ ആയുധപ്പുരയിലുള്ളൂ. BM-04 മിസൈൽ എന്താണ്? പ്രളയ് മിസൈലുകളേക്കാൾ മാരകമായ ഈ മിസൈൽ വികസിപ്പിച്ചെടുക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് ശ്രമിക്കുന്നു. BM-04ൻ്റെ രൂപകൽപ്പനയിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 2 ഘട്ടങ്ങളുള്ള ബൂസ്റ്ററിന് മുകളിൽ ഒരു കോമൺ ഹൈപ്പർസോണിക് ഗ്ലൈഡ് ബോഡി ഉൾപ്പെടുന്നു. ഇത് മാക് 5 മുകളിലുള്ള ഹൈപ്പർസോണിക് വേഗത പ്രാപ്തമാക്കുന്നു. 10.2 മീറ്റർ നീളവും 1.2 മീറ്റർ വ്യാസവും 11,500 കിലോഗ്രാം ഭാരവുമുള്ള 2 ഘട്ട ഖര ഇന്ധന SRBM ആണ് ഇത്. പാകിസ്ഥാനെതിരായ ആക്രമണങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന എത്രത്തോളം പ്രഹരശക്തി ഉള്ളതാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അതിനാൽ ഇന്ത്യൻ ഗവൺമെൻറ്റും സാധ്യമായ എല്ലാ വഴികളിലൂടെയും സേനയെ നവീകരിക്കാൻ ശ്രമിക്കുന്നു. ഏറ്റവും പുതിയ നവീകരണങ്ങളിൽ വ്യോമത്താവളങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന മിസൈലുകളിൽ ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇന്ത്യൻ വ്യോമസേന പ്രധാനമായും പൃഥ്വി സീരീസ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ, അതാണ് SRBM, ഈ മിസൈലുകളെ ആശ്രയിക്കുന്നു. എന്നിരുന്നാലും ഇപ്പോൾ പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDOയിൽ നിന്ന് പുതിയ BM-04 SRBM ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കുന്നു. ശത്രു വ്യോമത്താവളങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്ററുകൾ, മൊബൈൽ മിസൈൽ സംവിധാനങ്ങൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളിൽ കൃത്യതയോടെ ആക്രമണം നടത്താൻ രൂപകൽപ്പന ചെയ്ത സാങ്കേതികമായി നൂതനമായ കാനിസ്റ്ററൈസ് ചെയ്ത മിസൈലാണ് BM-04. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഈ കാനിറ്ററൈസ്ഡ് മിസൈൽ എന്താണെന്ന്, അല്ലേ? കാനിറ്ററൈസ്ഡ് മിസൈൽ എന്നത് ഒരു സീൽ ചെയ്ത കണ്ടെയ്നറിലോ കാനിസ്റ്ററിലോ സൂക്ഷിച്ച് കൊണ്ടുപോകുന്ന മിസൈലാണ്. അത് അതിൻ്റെ വിക്ഷേപണ ട്യൂബായും പ്രവർത്തിക്കുന്നു. വർദ്ധിച്ച മൊബിലിറ്റി, ലളിതമായ ലോജിസ്റ്റിക്, ഗതാഗതത്തിനിടയിലെ പാരിസ്ഥിതിക ഘടകങ്ങളിൽ നിന്നും കേടുപാടുകളിൽ നിന്നും മിസൈലിൻ്റെ സംരക്ഷണം എന്നിവ ഉൾപ്പെടെ നിരവധി ഗുണങ്ങൾ ഈ രീതി വാഗ്ദാനം ചെയ്യുന്നു. 2025 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 2 വരെ ഹൈദരാബാദിൽ നടക്കുന്ന വിജ്ഞാന വൈഭവ് പ്രതിരോധ പ്രദർശനത്തിൽ ഇത് പ്രദർശിപ്പിച്ചു. ഇതിൻ്റെ റേഞ്ച് എന്താണ്? BM-04ന് 400 മുതൽ 1,500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഹൈപ്പർസോണിക് ബൂസ്റ്റ് ഗ്ലൈഡഡ് ശേഷികളുണ്ട്. കൂടാതെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പരമ്പരാഗത കൗണ്ടർ ഫോഴ്സ് കഴിവുകളെ ഗണ്യമായി വർദ്ധിപ്പിക്കാനും കഴിയും. ഇതിന് 30 മീറ്റർ വൃത്താകൃതിയിലുള്ള സർക്കുലർ എറർ പ്രോബബിൾ CEP ഉണ്ട്. ഇത് പൃഥ്വി, പ്രളയ് എന്നിവയേക്കാൾ മികച്ചതാണ്. ഹൈദരാബാദിലെ ഗച്ചിബൗളി സ്റ്റേഡിയത്തിൽ പ്രദർശിപ്പിച്ചിരുന്ന BM-04 10.2 മീറ്റർ നീളവും 1.2 മീറ്റർ വ്യാസവും 11,500 കിലോഗ്രാം ഭാരവുമുള്ള 2 ഘട്ടങ്ങളുള്ള ഖര ഇന്ധന SRBM ആണ്. മാക് 5 മുകളിലുള്ള ഹൈപ്പർസോണിക് വേഗതയും ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ ABM സിസ്റ്റങ്ങളെ ഒഴിവാക്കാൻ ടെർമിനൽ മനോവറും പ്രാപ്തമാക്കുന്ന 2 ഘട്ട ബൂസ്റ്ററിന് മുകളിൽ ഒരു കോമൺ ഹൈപ്പർസോണിക് ഗ്ലൈഡ് ബോഡി CHGB ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഇതിൻ്റെ രൂപകൽപ്പനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ മനോവർ എന്നാൽ ലക്ഷ്യത്തിൻ്റെ ദൂരവും ദിശയും അടിസ്ഥാനമാക്കി പറക്കൽ പാതയെ നിർണ്ണയിക്കപ്പെടുന്നു. ഫയറിങ്ങിന് മുമ്പ് ഈ വിവരങ്ങൾ മിസൈലിൻ്റെ മാർഗനിർദ്ദേശ സംവിധാനത്തിലേക്ക് പ്രോഗ്രാം ചെയ്യുന്നു. പറക്കുമ്പോൾ മിസൈലിനെ ആ പാത പിന്തുടരാൻ ഇത് നിയന്ത്രിക്കുന്നു. BM-04ൻ്റെ വേഗത എന്താണ്? 10.2 മീറ്റർ നീളവും 1.2 മീറ്റർ വ്യാസവും 11,500 കിലോഗ്രാം ഭാരവുമുള്ള 2 ഘട്ടങ്ങളുള്ള ഖര ഇന്ധന SRBM ആണ് BM-04. മാക് 5 മുകളിലുള്ള ഹൈപ്പർസോണിക് വേഗതയും ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളെ ഒഴിവാക്കാൻ ടെർമിനൽ
കുതന്ത്രങ്ങളും ഇത് പ്രാപ്തമാക്കുന്നു. 30 മീറ്ററിൽ താഴെയുള്ള CEPയും 500 കിലോഗ്രാം വാർഹെഡ് വഹിക്കാവുന്നതുമായ BM-04 ആക്രമണത്തിൽ കൃത്യത നൽകുന്നു. 2021 പരീക്ഷിച്ച 1500-2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലായ അഗ്നിപിയോട് ഇത് സാമ്യമുള്ളതാണെന്ന് BM-04ന്റെ രൂപകൽപ്പന സൂചിപ്പിക്കുന്നു.